നമസ്കാരം കൂട്ടുകാരെ. ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷൻ, അതായത് തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ്റെ ഓവർ ബ്രിഡ്ജിൻ്റെ മുകളിലാണ്. ഇത് തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനെക്കുറിച്ചും അതേപോലെ തന്നെ തിരുവനന്തപുരം നഗരത്തെയൊക്കെ കുറിച്ചൊക്കെ പറയുമ്പോൾ നമ്മുടെ കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ ഒരു റെയിൽവേ സ്റ്റേഷനുകളിൽ ഒന്നാണ്. ഇത് തിരുവനന്തപുരം ഡിവിഷൻ്റെ കീഴിൽ ഉള്ള ഏറ്റവും വലിയ റെയിൽവേ സ്റ്റേഷനുകളിൽ ഒന്ന് കൂടിയാണ്. തിരുവനന്തപുരം നഗരത്തെക്കുറിച്ച് പറയുമ്പോൾ തമ്പാനൂരിനെ കുറിച്ച് പറയാതിരിക്കാൻ പറ്റില്ല. ഏറ്റവും വലിയ റെയിൽവേ സ്റ്റേഷനും അതേപോലെ തന്നെ ഏറ്റവും വലിയ KSRTC ബസ് സ്റ്റാൻഡൊക്കെ നിലകൊള്ളുന്നത് ഇവിടെയാണ്. നമുക്കൊരു അമ്പലമൊക്കെ ഇപ്പോൾ കണ്ടു വീഡിയോയിൽ. മുമ്പാകത്തിപ്പോൾ കണ്ടത് തമ്പാനൂർ KSRTC ബസ് സ്റ്റാൻഡാണ്. അതായത് കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ KSRTC ബസ് സ്റ്റാൻഡുകളിൽ ഒന്നാണ്. വളരെ മനോഹരമായി പണിത് വച്ചിരിക്കുന്ന ഒരു ബസ് സ്റ്റാൻഡ് കൂടിയാണ്. നമ്മുടെ ഉമ്മൻചാണ്ടി മുൻ മുഖ്യമന്ത്രിയുടെ പേരൊക്കെ ഇവിടെ കൊത്തിവെച്ചത് കാണാം. അദ്ദേഹത്തിൻ്റെ കാലത്ത് നിർമ്മിച്ചതാണ് എന്ന് മനസ്സിലാക്കുന്നു. ഏതായാലും നമ്മുടെ വിഷയത്തിലേക്ക് വരാം. ഇത് തമ്പാനൂർ KSRTC ബസ് സ്റ്റാൻഡിൻ്റെ ഒരു വശമാണ്. വളരെ മനോഹരമാണ് കാണുമ്പോൾ നമുക്ക് അനുഭവപ്പെടുന്നത്. ഈ പച്ച ബസ് കാണുന്നത് തിരുവനന്തപുരം നഗരത്തിൽ ഓടുന്ന ബസ്സാണ്. അതേപോലെ തന്നെ ഇതൊക്കെ നഗരത്തിൽ ഓടുന്ന ബസ്സുകളുടെ ബസ് സ്റ്റാൻഡാണ്. വൈകുന്നേരമൊക്കെ ആയിക്കഴിഞ്ഞാൽ ഏറ്റവും തിരക്ക് പിടിച്ച ഒരു സ്ഥലമാണ്. ആൾക്കാരിങ്ങനെ തിങ്ങി നിറഞ്ഞ് നിൽക്കുന്നത് കാണാം. ഇപ്പോൾ ഒരു ഉച്ച സമയമാണ്. തിരുവനന്തപുരത്തെക്കുറിച്ച് കൂടുതലൊന്നും പറയേണ്ട കാര്യമില്ല, കാരണം നമ്മുടെ സംസ്ഥാനത്തിൻ്റെ തലസ്ഥാന നഗരമാണ്. അപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് ഈ KSRTC ബസ് സ്റ്റാൻഡിനും യാത്രക്കാർ ഒരുപാട് വന്നിറങ്ങുന്ന ഈ സ്ഥലത്ത്, അതേപോലെ തന്നെ നമ്മുടെ സെൻട്രൽ റെയിൽവേ സ്റ്റേഷനും ഏറ്റവും അടുത്തുള്ള ഒരു പള്ളിയിലേക്കുള്ള വഴി കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് പതിവ് പോലെ ഞാനൊരു വീഡിയോ ചെയ്യുന്നത്. ഇത് നമ്മുടെ KSRTC ബസ് സ്റ്റാൻഡാണ്. ഇതിനകവശമാണ്. ഇവിടെ നിന്ന് അന്തർജില്ലാ ബസ്സുകളും അതേപോലെ തന്നെ അന്തർ സംസ്ഥാന ബസ്സുകളും തിരുവനന്തപുരം ജില്ലയിലെ പല റൂറൽ മേഖലകളിലേക്കും സർവീസ് നടത്തുന്ന ബസ്സുകൾ വന്ന് നിൽക്കുന്നുണ്ട്. ഇതൊരു വിശ്രമ കേന്ദ്രമാണ്. അതേപോലെ തന്നെ KSRTCയുടെ ഏറ്റവും പുതിയ അപ്ഡേറ്റായ കൊറിയർ സർവീസൊക്കെ ഇവിടെ ഉണ്ട്. ഇതിപ്പോൾ ഞാൻ പോകുന്നത് ഞാൻ പറഞ്ഞ മസ്ജിദിലേക്കാണ്. അതായത് തിരുവനന്തപുരം മുസ്ലിം ജമാഅത്തിൻ്റെ കീഴിൽ നടക്കുന്ന വളരെ മനോഹരമായ എല്ലാ സൗകര്യമുള്ള ഒരു പള്ളിയിലേക്കാണ്. ആ പള്ളിയിലേക്കുള്ള വഴിയാണ്. അതായത് തിരുവനന്തപുരം KSRTC ബസ് സ്റ്റാൻഡിൽ നിന്ന് നേരെ താഴെ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇടത് ഭാഗത്തേക്ക് ചേർന്ന് നടന്നു കഴിഞ്ഞാൽ തമ്പാനൂർ ജുമാ മസ്ജിദ് ഇവിടെ കാണാം. തിരുവനന്തപുരം മുസ്ലിം അസോസിയേഷൻ തമ്പാനൂർ ജുമാ മസ്ജിദ്. മുസാഫിർ ഖാന എന്ന് പറഞ്ഞാൽ ഇവിടെ താമസിക്കാനുള്ള സൗകര്യമുണ്ട്. 150 രൂപ മുതൽ ഒരാൾക്ക് തുടങ്ങിയുള്ള ചാർജുകളാണ്. പിന്നെ 250 രൂപ, അങ്ങനെ പല ചാർജുകളുമാണ്. പല രീതിയിലുള്ള താമസമാണ്. ഒന്നിച്ചും അതേപോലെ തന്നെ കൂട്ടമായൊക്കെ താമസിക്കാൻ പറ്റുന്ന സൗകര്യമുള്ള സ്ഥലമാണ്. അപ്പോൾ ഏതായാലും ഇൻഷാ അല്ലാഹ്